ഭൂലോക വൈകുണ്ഠമെന്ന പ്രസിദ്ധിയാർജിച്ച ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മാഹാത്മ്യം വളരെ മഹത്വമുള്ളതാണ്. സ്രഷ്ടാവായും രക്ഷിതാവായും ഭക്തർക്ക് അഭയവും ആശ്രയവുമായി ആനന്ദമൂർത്തിയായ ഉണ്ണിക്കണ്ണൻ അവിടെ വിളങ്ങുന്നു. ഗുരുവായൂരപ്പൻ്റെ ദർശന പുണ്യം ലഭിക്കുക എന്നത് ജന്മാന്തര സുഹൃതമാണ്. ഗുരുവായൂരിൽ 3 മണിക്ക് നട തുറക്കുന്നു. നിർമ്മാല്യ ദർശനം മുതൽ തൃപ്പുക വരെയുള്ള സമയങ്ങളിൽ ഭഗവാൻ വിവിധ ഭാവങ്ങളിലാണ് ദർശനം നൽകുന്നത്. ഭഗവാന്റെ നിർമ്മാല്യ ദർശനം സർവ പാപങ്ങളും അകറ്റി ഭക്തകോടികളെ നിർമ്മലരാക്കുന്നു. വാഗച്ചാർത്ത് ദർശിച്ചാൽ അരിഷ്ടതകൾ മാറുന്നതാണ്. തൈലാഭിഷേക ദർശനം രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് ഉപകരിക്കും. പാലഭിഷേകം ദർശിച്ചാൽ ശത്രുക്കളിൽ നിന്ന് സംരക്ഷണവും ലഭ്യമാകുമെന്നും വിശ്വസിച്ചു പോരുന്നു. ബാലഗോപാലഭാവത്തിലുള്ള ഭഗവാന്റെ രൂപം ദർശിച്ചാൽ സന്താനങ്ങൾക്കുള്ള ദുരിതം മാറുന്നതാണ്. ശംഖാഭിഷേകം ദർശിച്ചാൽ ഫലം ധനവർദ്ധനവാണ്. മനസമാധാനത്തിനും നേത്രരോഗ ശമനത്തിനും പന്തീരടി പൂജ കണ്ടു തൊഴുന്നത് ഉത്തമമാണ്. ശീവേലി ദർശനം കേസ്, വഴക്കുകൾ എന്നിവയിൽ വിജയിക്കുന്നതിന് സഹായകരമാകുന്നതാണ്. ശ്രീഭൂതബലി ദർശനം സന്താനലബ്ധി, ധനസമൃദ്ധി എന്നിവ ലഭ്യമാക്കുന്നു. ദീപാരാധന തൊഴുന്നത് ദാമ്പത്യ വിജയത്തിനും പ്രണയ സാഫല്യത്തിനും ഉത്തമമാണ്. അത്താഴ പൂജ സമയത്ത് ഭഗവാനെ ദർശിച്ചാൽ ദാരിദ്ര്യശമനം, രോഗശമനം, കീർത്തി എന്നിവ ലഭ്യമാകുന്നതാണ്. തൃപ്പുക സമയത്തുള്ള ഭഗവത് ദർശനം മോക്ഷലബ്ധി പ്രാപ്തമാക്കുന്നതാണ്. വ്യാഴദോഷങ്ങളകന്ന ഈശ്വരാധീനം ലഭിക്കുന്നതിന് ഗുരുവായൂർ വഴിപാട് നടത്തുന്നത് വളരെ നല്ലതാണ്. ഗുരുവായൂരിലെ കൃഷ്ണനാട്ടം വഴിപാട് വളരെ പ്രസിദ്ധവും ഫലസിദ്ധിദായകവുമാണ്. വിവാഹ തടസ്സം മാറുന്നതിനും സന്താനസിദ്ധിക്കും ധാരാളം പേർ കൃഷ്ണനാട്ടം വഴിപാട് നടത്തി വരാറുണ്ട്. തുളസിമാല, താമരമാല, വെണ്ണ നിവേദ്യം, നെയ്വിളക്ക, മഞ്ഞപ്പട്ട് ചാർത്തുക, പാൽപ്പായസം എന്നിവയാണ് കൃഷ്ണപ്രീതിക്കായുള്ള പ്രധാനപ്പെട്ട വഴിപാടുകൾ. വൈശാഖമാസം, അക്ഷയ തൃതീയ, അഷ്ടമി രോഹിണി, നവരാത്രി, ചിങ്ങത്തിലെ തിരുവോണം, മേടവിഷു മുതലായ വിശേഷങ്ങൾ ഗുരുവായൂരിൽ ആചരിക്കുന്നു. വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി. ഏകാദശി ദിവസം വ്രതമെടുത്ത തുളസീദളങ്ങളാൽ ഭഗവാനെ പൂജിക്കുന്നവർക്ക് കോടിയാഗാനുഷ്ഠാന പുണ്യഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഭഗവാന്റെ ദർശനത്താൽ ജീവിത ക്ലേശങ്ങളെല്ലാം അകന്ന ഓരോ ഭക്തഹൃദയത്തിലും ആനന്ദം നിറയുമാറാകട്ടെ.